ആടെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ എവിടെ ഇവടെ ആവേ? അയ്യോ എന്ത് പണിയോടെ ചെങ്ങായി കാട്ട്, എന്ത് പണി ചെങ്ങായി. ഇവിടെ നോക്കിയവിടെ അറിഞ്ഞില്ല വണ്ടി. എന്റെ ഒടുക്കത്തെ ഫോണും തേങ്ങ. എവിടെ ഞാനിവിടെ എത്തിക്കണേ? എടോ ഞാൻ തന്നോട് സംസാരിച്ചു, നീ ഫോണിൽ സംസാരിച്ചു. വണ്ടി ഫോണ് വണ്ടി എടുക്ക, ഫോൺ വിളിച്ചിട്ടാ വണ്ടി എടുക്ക, ഫോൺ വിളിച്ച് സംസാരിക്കണേ. കണ്ടില്ല ഞാൻ ഫോണിൽ. എന്റെ വണ്ടി നേരാക്കി പോയാൽ മതി, അല്ലെങ്കിൽ നേരാക്കണ പൈസക്ക് തരണം. അല്ലാണ്ട് പറ്റില്ല. എന്റെ വണ്ടി ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയ വണ്ടിയത്. അർജന്റ് പറഞ്ഞിട്ട് വിളിച്ചതാണ്. ഒന്നാമത്തെ പൊന്നാർ ചെങ്ങായി, ഈ വണ്ടി സ്കൂട്ടർ മോള് ബൈക്കിന് മോള് ഫോൺ ചവിട്ടിച്ചിട്ട് വരിക. ഇപ്പൊ വണ്ടി നിർത്തി സംസാരിച്ചു കണക്ക്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ തട്ടി നിർത്തുന്ന 10,500 രൂപ ചെലവുണ്ട്. ഇക്കൊരു 1,500 രൂപ തരേണ്ടി വരും. ഇത് വർക്ക്ഷോപ്പിൽ പോയ 2 ദിവസം പണിന്റെ പോകും. ഇത് നേരാക്കണി അവിടെ തട്ടി നിർത്തണം, അവിടെ പെയിന്റ് അടിക്കണം. ഒരു 1,500 രൂപ. ഞാനിപ്പോ എന്താ ചെയ്യ? ഇവിടെ ഒരു ആൾക്കാരനെയും കാണാനില്ല, ഇപ്പൊ ഒരു മധ്യസ്ഥക്കും കാണാനില്ല ആൾക്കാരനെ. ഒരാളും കാണാം. കേട്ടോ, ഒന്നും കൂടെ വരി. ഒരു കാര്യം ഇങ്ങോട്ട് വരി. പിന്നെ നമ്മളെ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി. ഞാൻ ഫോൺ വിളിച്ച് വരികയായിരുന്നേ. മൂപ്പര് പറഞ്ഞ 10 റുപ്യ ഉണ്ട്, 10,000, 3,000 റുപ്യ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നിർത്തിയിട്ടാ വണ്ടി നിർത്തിക്കുക. ഞാൻ ഓട്ടം വന്നാൽ മതി. ഇവൻ വന്നിട്ട് മൂട്ടുമ്പോ ഫോണ് ചവിട്ടിച്ചിട്ടാ വന്നിട്ട്. എനിക്ക് വണ്ടി നേരാക്കണ പൈസ വേണം. 1,500 രൂപ കിട്ടണം. കേട്ടോ, മൂപ്പര് 1,500, 2,000 ഒക്കെ പറഞ്ഞേ. നിങ്ങളൊന്ന് ഇടപെടി. ഞാനാണ് ഈ സാധാ കൂലിപ്പണിയാണ്. മൂപ്പരാ പിടിവാശിയാണ്. നിങ്ങൾ എന്തേലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇതാക്കിയേ. അല്ല കുട്ടിയെ, എന്തിനായി പിടിവാശി? അതൊരു പാവപ്പെട്ട തൊഴിലാളിയല്ലേ, കൂലിപ്പണിക്കാരനാണെന്നൊക്കെ പറയണത്. അയാളുടെ അടുത്ത് 10 പൈസയില്ല. എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ട് അങ്ങോട്ടും പരസ്പരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതെ കാക്ക, ഇത് പറയുകയാണെങ്കിൽ 10,000-2,000 രൂപ പണിയുണ്ട്. ഒരു 1,500 രൂപയും കിട്ടണം. അല്ലാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇവിടെ നിർത്തിയിട്ട വണ്ടിയല്ലേ. അവൻ ഇവിടെ ഫോണിന്റെ ഔട്ട്ലെറ്റ് വന്നിട്ടാണ് എന്റെ വണ്ടി തട്ടിക്കുന്നത്. എനിക്ക് ശരിയാക്കി തരണം ഇതിന്റെ പൈസ. അതെ, എന്നൊരു അർജന്റ് കോള് വന്നു, അതാ എടുത്തത്. അപ്പൊ ഞാൻ ഫോൺ എടുത്തു. അർജന്റ് കോളല്ലായിരുന്നു. അപ്പൊ ഞാൻ വണ്ടി നിക്കണ ഞാൻ കണ്ടൂല, ഞാൻ തട്ടിയും ചെയ്തു. അതുണ്ടായതേ. ഇതിപ്പോഴേ അന്റെ വണ്ടിക്കും പരിക്കുണ്ട്, ഇവന്റെ പണിക്കും പരിക്കുണ്ട്. അന്റെ ചെറിയ വണ്ടി, അവന്റെ വലിയ വണ്ടി. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, രണ്ടാളും ഒരു അഡ്ജസ്റ്റ്മെന്റിലെത്താം. ഇതൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു 1,000 രൂപ അവനെ കൊണ്ട് കൊടുക്ക. ഏതാ ഈ കാക്ക? പൊന്നാര കാക്ക എന്റെ വണ്ടി ഇങ്ങോട്ട് തട്ടിയിരിക്കാണ്. പിന്നെ എന്തിനാ ഞാൻ അവനക്ക് കാശ് കൊടുക്കുന്നത്? നിങ്ങൾ എന്ത് മധ്യസ്ഥക്കാരനത്? അല്ല മാനെ, അന്റെ വണ്ടിയുടെ ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് 2 ദിവസം ആയിക്കൊള്ളോ. ഇതെന്താ മിഞ്ഞാന്ന് 2 ദിവസമായിട്ടുള്ളൂ. അത് മതി. കേസ് അവൻ കൊടുത്താലേ ഇജാണ്ട് കൊടുക്കും. പെട്ടെന്നേ കായിണ്ടാക്കി കൊടുത്തടാ. വെഴം കൊടുത്തടാ, അതാവും നല്ലത്. തടി കിട്ടും. സമയം കഴിഞ്ഞ മറ്റന്നാ ടാക്സും തീരും. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ 1,500 പറഞ്ഞ് അവർ 1,000 കൊടുത്തടാ. അതാണ് ഇപ്പൊ നല്ലത്. ഓക്കെ. അതെ, പിന്നെ കേസൊന്നും ആക്കണ്ട. ഇൻഷുറൻസ് സെറ്റിയല്ലേ, ഇതിൽ 1,000 ഉണ്ട് കേട്ടോ. എന്നാ പോയിക്കോളിട്ടാ. നിന്റെ വണ്ടി ഞാൻ നേരെ ആയിക്കോളൂ കേട്ടോ. നിങ്ങളെ വണ്ടി നിങ്ങളെ ആയിക്കോളി കേട്ടോ. അത് ഞാനുണ്ട്. വിട്ടോ എങ്ങനെയുണ്ട് ഐഡിയ? നന്നായില്ലേ? ബാക്കിയായിട്ട് 10 എടുത്തോ. വേടത്ത് വേറെ പണിയുണ്ട്. ശരിട്ടോ, എന്നാ ചൂട്ടോ.